ആശാവർക്കർമാർ 3 പേർ ആരംഭിച്ച കൂട്ടനിരാഹാരം 3 പേർ ആരംഭിച്ച നിരാഹാരം ഇന്ന് കൂട്ടനിരാഹാരത്തിലേക്ക് കടക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ആശമാർ നിരാഹാരം അനുഷ്ഠിക്കുകയാണ്. പ്രതിപക്ഷ നേതാക്കളും മറ്റ് സാമൂഹിക സാംസ്കാരിക നേതാക്കളുമെല്ലാം തന്നെ ആശാപ്രവർത്തകർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ പട്ടിണി കിടക്കുന്ന ആശമാരെ അനുതാപത്തോടെ കാണാനോ നടപടിയെടുക്കാനോ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതിന് കാരണം മറ്റൊന്നല്ല, അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലമില്ലാതെ ആശമാർ സ്വയം സംഘടിപ്പിച്ച് അവർ ചെറിയ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടുകൂടി SUC പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടുകൂടി ആരംഭിച്ച സമരം പൊതുസമൂഹം ഏറ്റെടുക്കുകയും ആ സമരത്തിന് മാധ്യമങ്ങൾ നൽകിയ പിന്തുണയുമാണ് രാഷ്ട്രീയ പാർട്ടികളെ പൊള്ളിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കേരളത്തിൽ INTUC പോലും ഈ ആശാപ്രവർത്തകരോടൊപ്പം സമരം ചെയ്യുന്നില്ല, STU സമരം ചെയ്യുന്നില്ല. CITU എന്ന് പറയുന്ന പ്രബല സംഘടന ഭരണകക്ഷി സംഘടന ആയതുകൊണ്ട് അവർ ഇവരെ അധിക്ഷേപിക്കാനും പുലഭ്യം പറയാനും മാത്രമാണ് രംഗത്തുള്ളത്. അപ്പോൾ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യണമെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയും അവരുടെ തണലുമില്ലാതെ ഒരു സമരം വിജയിച്ചാൽ അത് രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പിന് വലിയ ഭീഷണിയാണ്. അതുകൊണ്ടാണ് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ എന്ത് വില കൊടുത്തും ആശമാരുടെ സമരത്തെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഭൂരിപക്ഷം വരുന്ന CITU ആശാപ്രവർത്തകർ അവരുടെ സംഘടന ഈ സമരരംഗത്ത് ഇല്ല. അതേസമയം CITUവും INTUCയും ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം ഈ 7000 രൂപ എന്ന് പറയുന്ന ഓണറോറിയം വർദ്ധിപ്പിക്കണം, റിട്ടയർമെൻറ്റ് സമയത്ത് 5 ലക്ഷം നഷ്ടപരിഹാരം നൽകണം, പെൻഷൻ ആനുകൂല്യം നൽകണം. ഇതെല്ലാം തന്നെ എല്ലാ അംഗീകൃത ട്രേഡ് യൂണിയനുകളും അംഗീകരിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ആവശ്യങ്ങളുടെ കാര്യത്തിൽ ഒരു തർക്കവും രാഷ്ട്രീയ പാർട്ടികൾക്കില്ല. പക്ഷേ സമരം ആരംഭിച്ചത് ആശമാർ രാഷ്ട്രീയ പാർട്ടികളുടെ തണലിലല്ല. അതുകൊണ്ട് ഈ സമരം വിജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് ചെറിയ രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ടുപോകും. അതുകൊണ്ട് ഏതു തരത്തിലും ഈ സമരത്തെ പരാജയപ്പെടുത്തുക എന്ന നീക്കമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയായാലും ആരോഗ്യമന്ത്രിയായാലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായാലും PB അംഗം A വിജയരാഘവനായാലും എല്ലാം ഈ സമരത്തെ അപഹസിക്കാനും അധിക്ഷേപിക്കാനും അതിനെ പരാജയപ്പെടുത്താനും ശ്രമിക്കുന്നത്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കേണ്ടത് ഈ പുതിയ കാലത്ത് ജനസഞ്ചയങ്ങൾ, ജനകീയ സമരങ്ങൾ സ്വയംഭൂ എന്നതുപോലെ ഉയർന്നു വരികയും ആ സമരം ജനങ്ങൾ ഏറ്റെടുക്കുകയും അങ്ങനെ ആ സമരത്തിന് മുന്നിൽ സർക്കാരുകൾക്ക് അവസാനം അടിയറവ് പറയേണ്ടി വരികയും ചെയ്യുക എന്നതാണ്. എല്ലാ ജനകീയ സമരങ്ങളെയും അടിച്ചമർത്താൻ ഒരു സർക്കാരിനും കഴിയില്ല. അതിനുദാഹരണമാണ് BJP സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്ന കർഷക സമരം. കർഷകർ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം അവസാനം മോദി സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു. അപ്പോൾ ആ കർഷക സമരത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ആശമാർ ഈ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഒന്ന്, പ്രതിദിനം 262 രൂപ കൊണ്ട് ജീവിക്കാനാവില്ല, ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകാനാവില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അറിയുന്ന ലക്ഷക്കണക്കിന് ശമ്പളം പറ്റുന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും എല്ലാം തന്നെ ഈ സമരത്തോട് പുലർത്തുന്ന നിലപാട് മനുഷ്യത്വരഹിതമാണ്. മനുഷ്യനെന്ന നിലയിൽ ഈ സമരത്തോട് സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്ര സഹമന്ത്രി കാണിച്ച അനുതാപം അദ്ദേഹത്തെ വിമർശിക്കാനും പരിഹസിക്കാനുമാണ് എല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷേ പെരുമഴയത്തിരിക്കുന്ന ആശമാർക്ക്
മഴ നനയാതിരിക്കാൻ കുടയും കോട്ടും കൊടുത്തപ്പോൾ ഉമ്മ കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്ന CITU നേതാവ് ഗോപിനാഥിനെ പോലുള്ള ആളുകൾ യഥാർത്ഥത്തിൽ അവർ സ്വയം പരിഹാസ്യർ ആവുകയാണ്. അതുകൊണ്ട് ആശമാരുടെ സമരം അടിയന്തരമായി ഒത്തുതീർപ്പിൽ എത്തിച്ചില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം സംഭവിക്കുക തീർച്ചയായും സർക്കാരിന് തന്നെയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ ജനകീയ സമരത്തോട് സർക്കാർ സ്വീകരിച്ച നിലപാട് ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ്.